നൈൽ നദിയുടെ ഇരുകരകളിലും ഒരു കരയിൽ മുസ്ലിങ്ങളും മറുകരയിൽ ക്രിസ്ത്യാനികളും അങ്ങനെ ഒരു രാജ്യമുണ്ട് ഈ ലോകത്ത്. സുഡാൻ എന്നാണ് അതിൻ്റെ പേര്. വർഷങ്ങളായി ഇവിടെ സംഘർഷം നടക്കുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ, ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള രണ്ട് സായുധ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം. കഴിഞ്ഞ ദിവസം അവിടുത്തെ സായുധ സേനയുടെ സാഫ് എന്ന് പറയുന്ന സായുധ ഗ്രൂപ്പിൻ്റെ സൈനിക തലവൻ അബ്ദുൽ ഹത്താഫ് അൽ ബുർഗാൻ നെതിരെ അമേരിക്ക ഒരു ഉപരോധം കൊണ്ടിരുന്നു. തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള ബോംബിങ്ങാണ് സിവിലിയന്മാർക്കും ആശുപത്രികൾക്കും മാർക്കറ്റിനും നേരെ ഈ സാഫ് നടത്തിയത്. ഏതായാലും ബാർത്തൂമിന് വടക്കുള്ള ബഹരിയ പ്രദേശത്ത്, ഇവാഞ്ചലിക്കലിന് സ്വാധീനമുള്ള പ്രദേശത്ത്, ക്രിസ്ത്യാനികൾ ധാരാളമുള്ള പ്രദേശത്താണ് ഈ ബോംബിങ് നടന്നിരിക്കുന്നത്. അമേരിക്ക പറയുന്നത് രാസായുധമാണ് ഇപ്പോൾ അവിടെ പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ്. 2023 മുതൽ 24 വരെ അവിടെ തകർക്കപ്പെട്ടത്, അതായത് ബോംബ് വെച്ച് തകർക്കപ്പെട്ടത് 165 പള്ളികളാണ്. ചില പള്ളികളൊക്കെ പിടിച്ചെടുത്ത് സൈനിക താവളങ്ങളാക്കിയും സൈനിക ഡിപ്പോകളാക്കിയും മാറ്റിയിരുന്നു. SAF-ഉം RSF-ഉം എന്ന് പറയുന്ന രണ്ട് സായുധ ഗ്രൂപ്പുകൾ രണ്ടുപേരും പരസ്പരം പോരടിക്കുമെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ക്രിസ്തീയ വംശീയ ഉന്മൂലനം തന്നെയാണ് എന്ന് അമേരിക്ക പലവട്ടം പറഞ്ഞിരുന്നു. ഉപരോധം കൂടി ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് മുമ്പിൽ വലിയ തിരിച്ചടി തന്നെയാണ് സുഡാനിലെ ഈ സായുധ ഗ്രൂപ്പുകൾ നൽകിയിരിക്കുന്നത്. ഏതായാലും അമേരിക്കയുടെ പ്രസ്താവന ഇപ്പോൾ എത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ശക്തമായി തിരിച്ചടിക്കും, ഒരു ശാശ്വത സമാധാനം തങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. ഏതായാലും ജനുവരി 20 ട്രംപ് എത്തുമ്പോൾ ഒരുപക്ഷെ അവിടെ ഒരു സമാധാനത്തിനുള്ള നീക്കം അത് ഒരു ആക്രമണത്തിലേക്ക്, യുദ്ധത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പരസ്പരം പോരടിക്കുന്ന ഒരു വിഭാഗമാണ് സുഡാനിലുള്ളത്. ആ വിഭാഗത്തിനടുത്ത് ശാന്തി ഓതിയിട്ട് എത്ര നാൾ മുൻപോട്ട് പോകുമെന്നറിയില്ല. ഏതായാലും ലോകത്ത് ഇതുപോലെ വിവിധ ഇടങ്ങളിൽ ക്രിസ്ത്യാനികൾ ഇല്ലാതാകുന്ന കാഴ്ചകൾ ഈ ഒരു കാലഘട്ടത്തിൽ നാം കാണുന്നതാണ്. ലബനിൽ കണ്ടു, മറ്റ് ചില ഇടങ്ങളിൽ കണ്ടു. ഏതായാലും ഇപ്പോൾ പശ്ചിമേഷ്യയ്ക്ക് പിന്നാലെ സുഡാനിലും ഇതുപോലൊരു ദയനീയ കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും അവിടെ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ള സിവിലിയന്മാരുടെ എണ്ണം 11 ലക്ഷമാണ് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ബോംബിങ്ങാണ്. മരണസംഖ്യ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സ്കൂളുകൾക്കും ആശുപത്രികൾക്കും മാർക്കറ്റിങ്ങിനുമൊക്കെ നേരെയായിരുന്നു തീമഴ വഹിച്ചുകൊണ്ടുള്ള കനത്ത വ്യോമാക്രമണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.